ഹലോ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. രാവിലെ നമ്മൾ നീയക്കുട്ടിക്ക് നല്ല ചൂടുള്ള ചായ കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ പച്ചക്കറി തോട്ടത്തേക്ക് പോവുകയാണേ. നേരെ വെളുത്ത പിന്നെ ഞാനും നീയക്കുട്ടിയും ഇങ്ങോട്ടേക്ക് വരും കേട്ടോ. എന്തൊക്കെയായി, പുതിയ മുള പൊട്ടിയോ, പുതിയ ഇല വന്നോ, കായ്ച്ചോ, പൂവിട്ടോ ഒക്കെ നോക്കിയിട്ട് അങ്ങനെ നടക്കും കേട്ടോ. നമുക്ക് കുറച്ച് കോഴിക്കളുണ്ട് കേട്ടോ. അവരെ പേടിച്ചിട്ടാണ് ഇങ്ങനെ മറച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പച്ചക്കറി നമുക്ക് കിട്ടൂല കേട്ടോ. എല്ലാം ചിനങ്ങി നാശാക്കിയേ. ഇപ്പം ആണെങ്കിൽ അവർ പുതിയതായിട്ട് വന്ന തളിരിലൊക്കെ കൊത്തി തിന്നുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പയറിൻ്റെ ഇലയൊക്കെ കൊത്തി തിന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ നട്ട പച്ചക്കറിക്കിടയിൽ 2 വെള്ളരീൻ്റെ തൈ എങ്ങനെയോ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാനതിന് ഒടിഞ്ഞു പോവാതെക്കാൻ കമ്പ് കുത്തി കൊടുക്കുകയാണ്. എങ്ങനെയെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, നമ്മളേതായാലും വെള്ളം നനച്ചുണ്ടാക്കി കൊടുക്കണതല്ലേ. ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ നനയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ആ ഭാഗത്ത് നട്ട ചീരൊക്കെ പോയി കേട്ടോ. ഒന്നാമത് മഴവെള്ളം വന്ന് ഒന്നായിട്ട് പിന്നെ ചീഞ്ഞു പോയിട്ടുണ്ട്. പിന്നെ കോഴികൾ വന്ന് കൊത്തി തിന്നുന്നുണ്ട്, അങ്ങനെ അത് നശിച്ചു പോയിട്ടുണ്ട്. നമ്മുടെ പച്ചക്കറികളൊക്കെ രാവിലെ ഉണ്ട് നോക്കാൻ സമയം കിട്ടാറ്. വൈകുന്നേരം സമയമില്ലാത്തതുകൊണ്ട് നോക്കാറുമില്ല. വൈകുന്നേരം ഒന്നാമത് 6:30 ആവും വീട്ടിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ. അപ്പം വേഗം കുളിച്ച് അകത്തേക്ക് കയറുക എന്നല്ലാണ്ട് ഇവരുടെ അടുത്തേക്ക് വരാൻ സമയം കിട്ടിയില്ല. നമ്മൾ നട്ട ഓരോ തൈകളും എന്തായി എന്നുള്ളൊരു ക്യൂരിയോസിറ്റി കൊണ്ട് എന്നും രാവിലെ വന്ന് നോക്കൂട്ടോ. രാവിലെ ഇവരുടെ അടുത്തേക്ക് വന്നിട്ടേ ഞാൻ പിന്നെ ഡ്യൂട്ടിക്ക് പോകാൻ മാറ്റുള്ളൂ. ഇത് കണ്ടില്ലേ, നമ്മുടെ പയറിൻ്റെ ഇല മൊത്തം നമ്മുടെ കോഴികൾ കൊത്തി തിന്നിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മുടെ ഒരു മുല്ലത്തൈ നിറച്ചും മുട്ടിട്ട് നിൽക്കുന്നുണ്ട്. നീയക്കുട്ടിക്ക് സന്തോഷമായിട്ടുണ്ട്, അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുല്ല. നീയക്കുട്ടിക്ക് ഇപ്പോൾ വെക്കേഷനും കൂടിയല്ലേ, ഇനിയിപ്പോൾ എന്നും വന്നിട്ട് ഇത് പറിച്ച് കോർക്കണ പണിയാവും ആൾക്ക്. അപ്പോൾ ഒന്നുണ്ടായിരുന്നു, അത് ഞാൻ പറിച്ച്, അത്ര വലിയ പൂവെന്നല്ല കേട്ടോ. പിന്നെ ദേ ഈ ചേമ്പിൻ്റെ ഇല നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇത് നമ്മുടെ തൊട്ടടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ നിന്ന് ഞാൻ പറിച്ചു കൊണ്ടുവന്നേണേ. അപ്പോൾ നല്ല വലിയ ഇല ആയിട്ടുണ്ട്. പിന്നെ ദാ ഈ ഒരു ചേമ്പിൻ്റെ ഇല, വരയുള്ള ചേമ്പിൻ്റെ ഇല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പേരറിയണമല്ലോ, കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഞങ്ങളുടെ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഞങ്ങളുടെ ചെറിയ പച്ചക്കറിത്തോട്ടം ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി പുതിയ വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബൈ.